ജീവിതത്തിൽ ചിലപ്പോൾ എല്ലാം തകർന്നു പോലെ തോന്നിയിട്ടുണ്ടോ? ഞാനെടുത്ത തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആട്ടോ ഇത്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ പറയാം. എൻ്റെ ലൈഫിൽ ഞാനൊരു ബികോം സ്റ്റുഡൻ്റ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ഇപ്പോഴും ഒരു മിറാക്കിൾ ആണെന്ന് തോന്നാറുണ്ട്. നമ്മളിപ്പോഴും പറയാറില്ലേ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ പതിഞ്ഞ് കിടക്കുന്നത് അത് നമ്മുടെ ലൈഫിലേക്ക് വരും. നമ്മൾ എന്താണോ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്, നമ്മൾ എന്താണ് എന്നാണ് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, നമ്മുടെ ലൈഫിലേക്ക് ആയി വരും എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ കേട്ടോ. ചെറിയ പ്രായങ്ങളിലൊക്കെ കണ്ണാടി നോക്കി ഓരോ ടോപ്പിക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എന്തെങ്കിലും കോൺട്രവേഴ്സി കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ പാരൻസ് ആണെങ്കിലും അങ്ങനെ റിലേറ്റീവ്സ് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെ എടുത്തിട്ട് അത് ആ വ്യക്തി പറഞ്ഞത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ആ വ്യക്തി ചിന്തിക്കേണ്ടായിരുന്ന, ഇങ്ങനെയൊക്കെ സംസാരിക്കുക കണ്ണാടി നോക്കി ചെയ്യുന്ന ഒരാളായിരുന്നു. ചെറിയ പ്രായം തൊട്ട് തന്നെ എൻ്റെ വീട്ടിനടുത്ത് ഞാൻ ഒരു കണ്ണൂർകാരി കേട്ടോ. അപ്പോൾ കണ്ണൂർകാരി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്ലാങ് എന്ന് പറയുന്നത് വേറെ രീതിയിലാണ്. പലപ്പോഴും എൻ്റെ ഭാഷയിൽ വരാറുണ്ടാവായിരിക്കാം, പക്ഷെ എന്നാലും എന്നെ പൊതുവെ കളിയാക്കിക്കൊണ്ടിരുന്നതാ അച്ചടി ഭാഷ സംസാരിച്ച് നടക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കളിക്കുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ. കാരണം എന്താണെന്നറിയോ, കണ്ണാടി നോക്കി ഞാൻ ഒരുപാട് സംസാരിക്കും, എനിക്ക് ഇഷ്ടമാണ് സംസാരിക്കാൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ സ്ലാങ് ഇല്ലേ, ഞാൻ സംസാരിക്കുന്ന രീതി ഒരു മാറ്റം വന്നു തുടങ്ങി. ഇതൊക്കെ ആർക്കും അറിയില്ല ഞാൻ ഇങ്ങനെ നോക്കി സംസാരിക്കാറുണ്ടെന്നോ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് പഠിക്കേണ്ടതെന്നോ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നോ അറിയില്ല. അച്ഛനും അമ്മയും വളരെ പാവപ്പെട്ട സാധാരണ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വന്തമായി, അതിന് ശേഷമാണ് എനിക്ക് ഫോൺ വരെ കിട്ടുന്നത്. അപ്പം അതിന് ശേഷം സ്വന്തമായിട്ട് പഠിച്ചു തുടങ്ങുന്നതും മനസ്സിലാക്കുന്നതും. അങ്ങനെ ഞാൻ എന്താണോ കുട്ടിപ്രായം തൊട്ട് ഞാൻ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന കാര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. ബിക്കോസ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ ഉള്ളത് അത് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ എത്തപ്പെടുക തന്നെ ചെയ്യും കേട്ടോ. നീ ഇപ്പം ഒരു ആദ്യമായിട്ടൊരു കാര്യം ആഗ്രഹിക്കുകയാണ്, നീ എന്തായാലും ഞാനൊരു എന്തെങ്കിലും മേടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു വീട് വെക്കും എന്നുള്ളൊരു അതിയായ സ്വപ്നം, ആ വീട്ടിൽ കഴിയുന്നതായിട്ടും ആ വീട്ടിൽ നീ എപ്പോഴും സർവൈവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഡ്രീമാണ് എന്നും നിന്റെ ലൈഫിൽ വരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നീ ആ വീട്ടിൽ എത്തിത്തരുന്നേ ചെയ്യും. അങ്ങനെയൊക്കെ പൊതുവെ പറഞ്ഞു കേൾക്കാറില്ലേ, അത് റിയാലിറ്റി ആണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എൻ്റെ ലൈഫ് അങ്ങനെയാണ്. അപ്പം ഞാൻ ഇപ്പം എത്തിപ്പെട്ടിട്ടുള്ളത്, ഞാനിപ്പം ബികോം പഠിച്ചിരുന്ന ഒരു വ്യക്തി ഇപ്പം ഞാൻ പി ജി ചെയ്യുന്നത് സൈക്കോളജിയിലാണ്. ഞാൻ അതിനെ റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരു സൈക്കോളജി കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത് ഞാൻ അന്ന് തൊട്ടേ ആരും അറിയാതെ ഞാൻ ചെയ്തു വരുന്ന ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഞാൻ ഡെയിലി എപ്പോഴും ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കുക, അതിനുവേണ്ടി എപ്പോഴും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ ലൈഫിൽ നമ്മൾ ചില തീരുമാനം എടുത്തപ്പോൾ ഞാനൊരു അക്കൗണ്ടന്റ് ആവാനുള്ള തീരുമാനം എടുത്തിട്ടാണ് ബികോം ഒക്കെ പഠിച്ചത്. പക്ഷേ അതൊന്നുമല്ല, അതിലുപരി നമ്മളുടെ ഉള്ളിൽ എന്താണോ എന്നുള്ളത് നമ്മൾ ഏതെങ്കിലും പഠിച്ച ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ വെച്ച് നമ്മൾ അവിടെ എത്തും. അത് ഡെഫിനറ്റ്ലി നടക്കും കേട്ടോ. അപ്പൊ ജീവിതത്തിൽ ഞാൻ ഈ പഠിച്ചതൊക്കെ വെറുതെ ആയി പോയോ, അല്ലെങ്കിൽ ഞാൻ ഈ ശ്രമിക്കുന്നതൊക്കെ വെറുതെ ആയി പോയോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്റ്റീവ് ജോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ, ആ ഒരു ഫേമസ് എന്റർപ്രണർ ആയിട്ടുള്ള ബിസിനസ്മാൻ ആയിട്ടുള്ള വ്യക്തിയുടെ ഒരു ജീവിതത്തിൽ അദ്ദേഹം ഒരു സ്പീച്ചിനിടയിൽ സംസാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ആ ഒരു 3 പാഠങ്ങൾ അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ എൻ്റെ ലൈഫിന് അധികം അത് ചിന്തിക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നി നിങ്ങളുടെ അടുത്തും അതിനെപ്പറ്റി സംസാരിക്കാനുള്ളത്. അപ്പൊ ഈ വീഡിയോയിൽ ആ ഒരു 3 പാഠം അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ആ 3 പാഠം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച സംരംഭങ്ങളിൽ ഒരാളായിരുന്നു സ്റ്റീവ് ജോബ്സ് അല്ലേ. അദ്ദേഹത്തിന്റെ 2005 ഒരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി കമൻസ്മെന്റിൽ ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള ഒരു 3 പാഠങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ എവിടെയോ ഒരു വീഡിയോയിൽ കേൾക്കാനിടയായതും എൻ്റെ ലൈഫിനെ അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിമറിക്കാൻ. അപ്പം ആ ഒരു പാഠങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതാണ് ഈ വീഡിയോയിലെ കണ്ടന്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റിമറിക്കാൻ പറ്റും. അദ്ദേഹം ആദ്യം പറയുന്ന പാഠം എന്ന് പറയുന്നത് എന്താ, ജീവിതത്തിലെ ഓരോ അനുഭവത്തിനും അതിൻ്റെതായ ഒരു അർത്ഥം ഉണ്ട് എന്നുള്ളത്. കണക്ട് ദ ഡോട്ട്. ഇതാണ് എന്നെ ഭയങ്കരമായിട്ട് സ്പാർക്ക് ചെയ്തൊരു കാര്യമാണ്. അദ്ദേഹം കോളേജ് ലൈഫ് പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒരാളാണെന്നും അദ്ദേഹം അത് ഉപേക്ഷിച്ചപ്പോൾ ഒത്തിരി പേര് ഒരു തെറ്റായ തീരുമാനം എടുത്തു, അല്ലെങ്കിൽ എന്തിനാ ഈ ഒരു കാര്യത്തിന് പോയെന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പിന്നീട് നമ്മൾ ആപ്പിളിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഫോണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അന്ന് ഒഴിവാക്കി പോയി പഠിച്ച കാലിഗ്രാഫി എന്ന് പറയുന്ന ഒരു ആശയത്തിനെ ബേസ് ചെയ്തിട്ടാണ് അയാൾ ഫോണ്ടുകളും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളതെന്നും എന്നൊക്കെ അദ്ദേഹം അതിൽ പറഞ്ഞു. അദ്ദേഹം അതിൽ പറഞ്ഞു വന്നിട്ടുണ്ടായത് എന്താണെന്നറിയോ, ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഒരു കാര്യം പഠിച്ചു. പലപ്പോഴും നമ്മൾ പല വീഡിയോസിൽ ആൾക്കാർ പറയുന്നേക്കട്ടെ, ഞാൻ അതൊക്കെ എന്തിനാണാവോ പഠിച്ചത്, വെറുതെ പഠിച്ചു വിട്ടു. അല്ല, എല്ലാത്തിനും ഒരു അർത്ഥമുണ്ട്. നമ്മൾ ലൈഫിൽ നമ്മൾ എന്താണ് അനുഭവിക്കുന്നത്, നമ്മളിപ്പോൾ ഇന്ന് വിചാരിക്കും ഞാനിത് വെറുതെ ചെയ്താണ്, എൻ്റെ ലൈഫ് വെറുതെ വേസ്റ്റ്, എൻ്റെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്ത്, ഒരിക്കലല്ല. അതിൻ്റെ അർത്ഥമുണ്ട്. നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും അത് നമുക്ക് യൂസ്ഫുൾ ആവും. പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും ആ കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഇത് എൻ്റെ ലൈഫിന് വേസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇത് ഞാൻ വെറുതെ ആണ്, ഒന്നും ചിന്തിക്കേണ്ട. അത് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ഭാഗമായി മാറുകയും ചെയ്യും. പല സ്ത്രീകളും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ തന്നെ ഇരിക്കുകയാണ്, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്.
ഞാൻ കുട്ടിയിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതൊന്ന് അറിവ് പകർന്നു കൊടുക്കാൻ എനിക്കതിപ്പോൾ വലിയ ആവശ്യമാണ്. അപ്പൊ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മള് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തെറ്റായ ഒരു തീരുമാനമായിരുന്നു, ഇത് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ച കാര്യങ്ങൾ എവിടേക്കെങ്കിലൊക്കെ നമുക്കൊരു അർത്ഥമായിട്ട് വന്നിട്ടുണ്ടാവും എന്ന് അദ്ദേഹം അതിൽ പറയുണ്ടായി. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് സ്പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും അത് നാളത്തേക്കുള്ളൊരു ഭാഗമായി തന്നെ നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഒന്നും വേസ്റ്റ് അല്ല. നമ്മുടെ ടൈമിൽ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യവും വേസ്റ്റ് അല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നാളത്തേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അത് ഉതകുന്നതായിരിക്കും എന്നും അദ്ദേഹം പറയുണ്ടായി ട്ടോ. ഈ ഫസ്റ്റ് പോയിന്റിൽ ഞാൻ പഠിച്ച പാഠം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും നമുക്ക് എന്തൊക്കെയോ വെറുതെ പോയി, നമുക്ക് എന്തെല്ലോ നഷ്ടമായി തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇതിനൊക്കെ ഞാൻ ടൈം വെറുതെ കളഞ്ഞു, എൻ്റെ പൈസ വെറുതെ കളഞ്ഞു എന്നൊക്കെ തോന്നിയ കാര്യങ്ങൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണോ പാസ്റ്റിൽ നമ്മൾ പഠിച്ചതും മറന്നതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ അങ്ങോട്ടും നമ്മൾ ബന്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചുവടെടുത്ത് വെക്കുന്നുണ്ടെങ്കിലും അതിൽ ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും റോങ് അല്ല. നമ്മുടെ ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കത് ആവശ്യം, നമ്മുടെ ലൈഫിന് ആ ഒരു പാഠം ആവശ്യമായിരിക്കാം, അല്ലെങ്കിൽ നമുക്കതിനെ നമ്മുടെ ലൈഫിൻ്റെ ഒരു സക്സസ് ആക്കി മാറ്റാനുള്ളൊരു കാര്യമായി തന്നെ വരുമെന്ന് ഞാൻ അതിൽ നിന്ന് പഠിച്ചിട്ടോ, അദ്ദേഹം പറഞ്ഞതിൽ നിന്ന്. രണ്ടാമത്തെ പോയിന്റായിട്ട് അദ്ദേഹം പറഞ്ഞത് ചില നഷ്ടങ്ങൾ അനുഗ്രഹമായിരിക്കും എന്നുള്ളതാണ്. അദ്ദേഹം ആപ്പിൾ ഒരു സ്ഥാപകനായിരുന്നു. അദ്ദേഹം അതിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിന് പിന്തിരിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, പുറത്താക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ സിറ്റുവേഷൻസിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ ഇത്രയും വലിയൊരു കാര്യത്തിൽ നമ്മൾ അതിൻ്റെ ഒരു പങ്കാളിയായിരിക്കുന്ന സമയത്ത് നമുക്ക് അതിന് വിട്ടുമാറേണ്ടി വരുമ്പോൾ നമുക്കൊക്കെ എത്ര വേദന ആയിരിക്കും അല്ലേ? പക്ഷെ അദ്ദേഹം അതിലെന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അദ്ദേഹത്തിന് അതൊരു അനുഗ്രഹമായിട്ട് തോന്നി എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും നല്ല വിജയമായിട്ടാണ് ആ ഒരു പിന്തിരിവിനെ, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകുന്നതിനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണെന്നറിയോ? അദ്ദേഹം ജീവിതത്തിൽ വിജയിച്ച് നിൽക്കുന്നതിൽ നിന്നും അതിൽ നിന്ന് മാറി പിന്നീട് പുതിയൊരു കാര്യം കൂടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയതായിട്ടാണ് അദ്ദേഹത്തിന് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നെക്സ്റ്റ് പിക്സാർ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം സൃഷ്ടിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് അത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയതും. അപ്പം അദ്ദേഹം ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ഇത് മാറിപ്പോയി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചിന്തിച്ചത്. അത് എന്നെ ഭയങ്കരമായിട്ട് സ്പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊക്കെ എന്താ ഒന്നൊരു തോറ്റുപോയി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇത്രയും വർക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ട് നമ്മളൊക്കെ തകർന്നു പോകല്ലേ. നമുക്കൊരു തുടക്കം തുടങ്ങാന്ന് പറയുന്നത് വലിയ പാടായിരിക്കും അല്ലേ? പക്ഷെ അദ്ദേഹം ചിന്തിച്ചത് ഇനി ഒരു പുതിയൊരു കാര്യം, ഒരു പുതിയൊരു സംഭവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ഒരു ടൈമായിട്ടാണ് അദ്ദേഹം അതിലേക്ക് എടുത്തത്. പിന്നീട് തിരിച്ച് അദ്ദേഹം ആപ്പിൾ അതിലേക്ക് തന്നെ വർക്ക് ചെയ്യാൻ വന്നിട്ടുള്ളതും അതിന് വേണ്ടിയിട്ട് ഒരു നല്ല രീതിയിൽ ഒരു തൂണായി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പാഠത്തിൽ നമുക്ക് ഇപ്പം നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് ജീവിതത്തിലെ ഓരോ എൻഡും പുതിയൊരു തുടക്കമാണ് നമ്മുടെ ലൈഫിൽ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ഒരു ജോബ് നഷ്ടപ്പെട്ടു, നമ്മുടെ ഒരു ഫാമിലി, അല്ലെങ്കിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു, എന്തായിക്കോട്ടെ അതൊക്കെ നമ്മുടെ ഒരു എൻഡ് അല്ല, നമ്മുടെ ഒരു പുതിയ തുടക്കമാണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഫീൽ ചെയ്തു. പലപ്പോഴും എൻ്റെ മുമ്പിൽ കുറേ ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ വാക്കുകളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം തോന്നും. ജീവിതത്തിന് ഒരു തുടക്കമായിട്ട് എനിക്ക് അതിനെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. യുവർ ടൈം വെരി വാല്യുബിൾ. സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുള്ള ഒരു വാചകം വളരെയധികം പോപ്പുലറാണ്. യുവർ ടൈം ഈസ് ലിമിറ്റഡ്, സോ ഡോണ്ട് വേസ്റ്റ് ഇറ്റ് ലിവിങ് സം വൺ എൽസ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സമയം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. അത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിനെ കളയരുത്, അതിനെ ഉപേക്ഷിക്കരുത്. നമ്മുടെ ടൈം അത്രയും വാല്യുബിൾ ആണ്. നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ സ്വപ്നങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് അതിനെ പ്രയോജനപ്പെടുത്താനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവർ എന്ത് പറയും എന്ന ഭയത്തിൽ നിങ്ങളുടെ ജീവിതം ജീവിക്കരുത്. നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടിട്ടുള്ളത്, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത്, അതിനുവേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാനും അതിനുവേണ്ടി ജീവിക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കാട്ടോ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റൂ, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. സ്റ്റീവ് ജോബ്സ് എന്ന ആ സ്പീച്ച് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫോളിഷ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പുതുതായിട്ടൊരു കാര്യം പഠിക്കാനുള്ള അതിനോടുള്ള വിശപ്പ് ഒരിക്കലും അവസാനിക്കരുത്. അത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭയപ്പെടരുത്, ഒന്നിനും പേടിക്കരുത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. തോൽവിയെ ഭയക്കരുത്. നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എൻഡിൽ നമുക്ക് എന്തായാലും അതിന്റെ റിസൾട്ട് കാണാൻ പറ്റുമെന്നാണ് അദ്ദേഹം തന്നിട്ടുള്ള ഒരു മെസ്സേജ് കേട്ടോ. മറ്റുള്ളവർ വിചിത്രമാണ് നിന്റെ തോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നീ വെറുതെ ഓരോ കാട് കയറി പോവാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെങ്കിലും ഇറ്റ്സ് ഓക്കെ. ധൈര്യം കാണിക്കുക, മുന്നോട്ട് ഇറങ്ങി തിരിക്കുക, നടക്കും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ
നമ്മൾക്കിപ്പോൾ ലൈറ്റ് ഉണ്ട്, അതേപോലെ നമ്മളുടെ മുമ്പിൽ ഒരു ഫോൺ ഉണ്ട്. ഇതൊക്കെ കണ്ടുപിടിക്കുമ്പം അദ്ദേഹത്തെ പോലത്തെ ആൾക്കാർ ഈ ഒരു ഐഡിയ പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുമോ? മറ്റുള്ളവർക്ക് ആരെങ്കിലും ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്കതൊക്കെ വിചിത്രമായിട്ട് തോന്നിയിട്ടുണ്ടാവല്ലേ. ഇപ്പൊ നമ്മൾ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മുടെ ഐഡിയാസും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ തോട്ട്സ് നമ്മൾ പുതിയതായിട്ട് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു foolish ആയിട്ട് ഫീൽ ചെയ്യായിരിക്കും. പക്ഷേ ഒന്നിനും ഭയപ്പെടരുത്. നിങ്ങൾക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ട്, എന്നെ കൊണ്ട് പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും, ഇറങ്ങി തിരിക്കുക, ചെയ്യുക. അല്ലാതെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, അങ്ങനെ ഒന്നും ചെയ്യാതെ നിങ്ങളിലുള്ള ടാലന്റിനെ വെച്ച് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങി തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സക്സസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ആ വ്യക്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലേ. ഇത് നമ്മൾ എത്രത്തോളം നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ടല്ലേ, നമ്മളെ ലൈഫിനെ എത്രത്തോളം ഒരു പ്രചോദനമാണ്, നമുക്ക് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കാൻ എന്നെ കൊണ്ട് എല്ലാം സാധിക്കും, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തോന്നുന്ന കാര്യങ്ങളല്ലേ. ഇത് ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തി ഈ കാര്യം ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് ആരുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് തോന്നേണ്ടത് ഇതൊരു വിചിത്രമായ കാര്യമാണ്, ഇതൊക്കെ പറ്റുന്ന കാര്യമാണോന്നല്ലേ. പക്ഷെ ആപ്പിൾ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം നെക്സ്റ്റ് പിക്സാർട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു അല്ലേ. സോ എനിക്ക് നിങ്ങളോട് പറയണത്, എവറിത്തിങ് ഹാപ്പൻ ഫോർ എ റീസൺ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കാര്യം പഠിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്ത് കാര്യം നമ്മുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിലും, നമ്മൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിലും, ആ നാളത്തേക്ക് ഒരു പാഠമാണ്, ഒരു അർത്ഥമാണ് നമ്മുടെ ജീവിതത്തിൽ. അത് എവിടെയെങ്കിലും വാല്യുബിൾ ആയിട്ട് വരിക തന്നെ ചെയ്യും കേട്ടോ. നമ്മളെല്ലാവരും ഒരു സർവൈവൽ മോഡലാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കണം, നന്നായി പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. ജോലി കിട്ടിയാൽ ഒരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റൂ. അങ്ങനെ വർക്കിൽ കയറുമ്പോൾ അവിടെ പ്രഷർ കാര്യങ്ങൾ, ഒരു വല്ലാത്തൊരു സർവൈവൽ മോഡൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ എടുത്ത തീരുമാനം ശരിയല്ല അല്ലേ, അല്ലെങ്കിൽ എനിക്കിത് വേണ്ടായിരുന്നു എന്നൊക്കെ. ഒന്നും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുത്ത തീരുമാനങ്ങളൊക്കെ കറക്റ്റ് ആണ്. അത് നമുക്ക് ഇപ്പോൾ റോങ് ആണെങ്കിൽ നാളെ നമ്മുടെ എവിടെയെങ്കിലും ആവശ്യങ്ങളിലേക്ക് വരും കേട്ടോ. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സക്സസ് ആയ ഒരു മനുഷ്യന്റെ ആ മനുഷ്യൻ പറഞ്ഞിട്ടുള്ള ആ മനുഷ്യന്റെ ജീവിത പാഠത്തിലെ കാര്യങ്ങളാണ്. ഇത് എന്നെ എത്രത്തോളം എൻ്റെ ലൈഫിനെ ഒരുപാട് ബാധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ള, ഞാൻ ഒരുപാട് ചേർത്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതാണ് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിത് മനസ്സിൽ ഓർത്ത് വെക്കും. നിങ്ങളുടെ ലൈഫിൽ പ്രതിസന്ധികളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഓർക്കും എന്ന് ഓർത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതും. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ലൈഫിന് ഒരർത്ഥമുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്കൊക്കെ തന്നെ നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും കേട്ടോ. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.